Voice of Couture, bridging heritage and headlines. നമുക്കൊക്കെ ചരിത്രം പഠിച്ചറിയാം. എത്രയോ രാജകുടുംബങ്ങളിൽ സ്വന്തം അച്ഛനെ തടവറയിൽ ഇട്ടുകൊണ്ട് രാജ്യം പിടിച്ചടക്കിയ രാജകുമാരന്മാരുണ്ട്. അവിടെയൊക്കെ നമ്മൾ യഥാർത്ഥ ശ്രീരാമേന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യനെ കാണുന്നു. അവിടെയാണ് രാമേന്ദ്രൻ ഈശ്വരനിലെ മാനുഷിക ഭാവത്തെ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു എന്ന് പറഞ്ഞത്. ഒരു പിച്ചാത്തി തന്നെ, ഒരു കശാപ്പുകാരന്റെ കയ്യിലെ ആയുധം പിച്ചാത്തിയാണ്. ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടറുടെ കയ്യിലെ ആയുധവും പിച്ചാത്തിയാണ്. മുടി വെട്ടുന്ന ആളുടെ കയ്യിലെ ആയുധവും കത്തിയാണ്. വീട്ടു ജോലി ചെയ്യുന്ന അമ്മയുടെ കയ്യിലെ ആയുധവും കറിക്കത്തിയാണ്. ഈ നാലും കത്തി തന്നെയാണ്. പക്ഷെ ആ 4 കത്തിയും 4 പേരുടെ കയ്യിലിരിക്കുമ്പോൾ 4 ഉപയോഗമാണ്. ഈശ്വരനായ മഹാവിഷ്ണുവിനെ മനുഷ്യനായ രാമേന്ദ്രനാക്കി കാണുകയാണ് വാൽമീകി. ബാലി എന്നൊരു മൃഗം മാത്രമാണ്, മനുഷ്യനല്ല. ഒരു മൃഗത്തെ കൊല്ലുവാൻ ഒളിയം പെയ്യാം എന്ന യുദ്ധവിധിയുണ്ട്. മേഘങ്ങളിൽ കടന്നിരുന്ന് മഴ മുടക്കുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു, വൃത്രാസുരൻ. ആ വൃത്രാസുരന്റെ മനോഭാവമുള്ള ആളുകൾ എപ്പോഴും തുടരുകയാണ്. അത് ഹിരണ്യാക്ഷനായിട്ടും ഹിരണ്യകശിപുവായിട്ടും രാവണനായിട്ടും ദുര്യോധനായിട്ടും അവർ നിൽക്കുക. എത്രയോ ജീവനുകളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പരസ്പര യുദ്ധത്തിൽ. നമസ്കാരം. വോയിസ് ഓഫ് കുറ്റൂരിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 എപ്പിസോഡുകളായി നമ്മൾ രാമായണ പൊരുൾ തേടിയുള്ളൊരു യാത്രയിലായിരുന്നു. രാമായണത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുക എന്നൊരു ദൗത്യവുമായാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വിരമിച്ച ശ്രീ പ്രസാദ് മല്ലപ്പള്ളിയാണ്. അദ്ദേഹം ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളാണ്. അദ്ദേഹം ഇന്ന് ശ്രീരാമനെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ശ്രീ പ്രസാദ് മല്ലപ്പള്ളിയെ നമുക്ക് വോയിസ് ഓഫ് കുറ്റൂരിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമ്മൾ വോയിസ് ഓഫ് കുറ്റൂർ രാമായണ പൊരുൾ തേടി എന്നൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ രാമായണ കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ താങ്കൾ ശ്രീരാമനെയാണ് പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞത്. അപ്പൊ ശ്രീരാമനെ കുറിച്ച് അങ്ങയുടെ വീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആദികാവ്യമായ രാമായണത്തിന്റെ കർത്താവ് വാൽമീകിയാണെന്ന് നമുക്കെല്ലാം അറിയാം. വാൽമീകിയുടെ സമകാലീനനായിരുന്നു ശ്രീരാമചന്ദ്രൻ എന്നുള്ളതും രാമായണത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഈ രാമായണം രചിച്ച വാൽമീകി കണ്ട അതേ ഭാവത്തിലല്ല പിന്നീട് തുടർന്നു കൊണ്ടുവന്ന അധ്യാത്മരാമായണം, കമ്പരാമായണം തുടങ്ങിയവയിൽ ശ്രീരാമചന്ദ്രനെ കണ്ടിട്ടുള്ളത്. ഈശ്വരനായ മഹാവിഷ്ണുവിനെ മനുഷ്യനായ രാമേന്ദ്രനാക്കി കാണുകയാണ് വാൽമീകി. അദ്ദേഹം ഈശ്വരനിലെ മനുഷ്യനെ കണ്ടെത്തുകയാണ് രാമൻ കൂടി. പക്ഷേ തുടർന്ന് വന്ന അധ്യാത്മ രാമായണത്തിലും മറ്റും ശ്രീരാമനിലെ ഈശ്വരനെ തേടുകയാണ് ആചാര്യന്മാർ. ഈ വാൽമീകിയുടെ സമകാലീനായിരുന്ന രാമേന്ദ്രനെ ആ സമയത്തുള്ള ഏറ്റവും ഗുണവാനായ മനുഷ്യൻ ആര് എന്ന സംവാദം നാരദനും വാൽമീകിയുമായി സംസാരിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമാണ് ശ്രീരാമചന്ദ്രൻ എന്നുള്ളത്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നും മറ്റും പറയാറുണ്ട്. ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായിരുന്നു ശ്രീരാമചന്ദ്രൻ. നമ്മൾ പെർസോണിഫിക്കേഷൻ. അതെ, അത് ധർമ്മം എന്ന് പറഞ്ഞാല് ആ കാലത്ത് ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് പുരുഷാർത്ഥങ്ങളാണ്. ആ പുരുഷാർത്ഥങ്ങളുടെ ഏറ്റവും പ്രധാനമാണ് ധർമ്മം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിനകത്ത് ധർമ്മത്തെ, അർത്ഥകാമങ്ങളെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ആലോചിച്ച് നോക്കുക. ധനം വേണ്ട, രാജ്യം വേണ്ട, പത്നി വേണ്ട എന്ന് പോലും പറഞ്ഞുകൊണ്ട് ധർമ്മത്തെ മുറുകെ പിടിച്ചയാളാണ് ശ്രീരാമചന്ദ്രൻ. മറുവശത്ത് അർത്ഥത്തിന് വേണ്ടി ധർമ്മത്തെ ത്യജിച്ച കൈകേയിയുടെ ദുരവസ്ഥ നമുക്കറിയാം. സ്വന്തം മക്കളാൽ പോലും ഭർഷിക്കപ്പെട്ട് ആരാരും ശ്രദ്ധിക്കപ്പെടാതെ അവരുടെ അന്ത്യം, അവസാനം വളരെ ദയനീയമായിരുന്നു. അതുപോലെ ധാർമ്മികമല്ലാത്ത രീതിയിൽ കാമത്തെ കാംക്ഷിച്ച രാവണന്റെയും ബാലിയുടെയും അവസാനം നമുക്കറിയാം. അവിടെയാണ് ധാർമ്മികമായി അർത്ഥകാമങ്ങളെ ത്യജിച്ചുകൊണ്ട് ധർമ്മത്തെ പുലിയ മോക്ഷം നേടിയ മഹാനായ ആ ശ്രീരാമചന്ദ്രന്റെ മഹത്വം നാം മനസ്സിലാക്കുന്നത്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ശ്രീരാമൻ സ്വന്തം അച്ഛന്റെ ഹിതം മാനിച്ച് കാട്ടിൽ പോകാൻ തീരുമാനിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം ആ അച്ഛൻ മകനോട് ആവശ്യപ്പെട്ടിട്ടില്ല. സ്വന്തം മകനെ കാട്ടിലയക്കണം എന്ന കൈകേയിയുടെ നിർബന്ധം വന്നപ്പോൾ ബോധഹീനനായി നിലംപതിക്കുക അദ്ദേഹം. സ്വന്തം മകനോട് ഇത് പറയാനുള്ള ത്രാണി അദ്ദേഹത്തിനില്ല. ആ അവസ്ഥ മനസ്സിലാക്കി സ്വന്തം അച്ഛന്റെ ഹിതം ഇതാണെങ്കിൽ ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ ചരിത്രം പഠിച്ചറിയാം. എത്രയോ രാജകുടുംബങ്ങളിൽ സ്വന്തം അച്ഛനെ തടവറയിൽ ഇട്ടുകൊണ്ട് രാജ്യം പിടിച്ചടക്കിയ രാജകുമാരന്മാരുണ്ട്. രാമനെ അപ്പോഴും ഭരിക്കുന്നത് ധാർമ്മികമായ ഒരു നീതിശാസ്ത്രമാണ്. അച്ഛൻ പറയാതെ തന്നെ താതൻ അനാജ്ഞപ്തമെങ്കിലും അച്ഛൻ പറയാതെ തന്നെ അച്ഛന്റെ വാക്കുകൾ അനുസരിക്കുന്നവനാണ് ഉത്തമനായ പുത്രൻ. അച്ഛൻ പറഞ്ഞിട്ട് കേൾക്കുന്നവൻ മധ്യമനെയാകുന്നുള്ളൂ. അച്ഛൻ പറഞ്ഞാലും കേൾക്കാത്തവനെ അധമനെന്നല്ല വിളിക്കുന്നത്, വിസർജ്യത്തിന് തുല്യമായിട്ടാണ് അവനെ കാണുന്നത്. അങ്ങനെയാണ് ശ്രീരാമൻ കാണുന്നത്. അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ പോലും അച്ഛന്റെ ഹിതമറിഞ്ഞ് കാട്ടിലേക്ക് പോകാൻ
അദ്ദേഹം തയ്യാറാകുകയാണ്. ഈ വാത്മീക രാമായണത്തിൽ രാമനും അധ്യാത്മ രാമായണത്തിലെ രാമനും തമ്മിൽ എടുത്ത് നോക്കാമെങ്കിൽ ആ വാത്മീക രാമായണത്തിലെ രാമനിൽ ഒരുപാട് മാനുഷിക ഭാവങ്ങൾ നമുക്കറിയാം. രാജ്യം ത്യജിച്ച് സീതയോടും ലക്ഷ്മണനോടും ഒപ്പം കാട്ടിലേക്ക് പുറപ്പെട്ട ശ്രീരാമചന്ദ്രൻ കാട്ടിനുള്ളിൽ കടന്നപ്പോൾ മറ്റ് പരിവാരങ്ങളെല്ലാം പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്റെ ദുർവിധി ഓർത്ത് പൊട്ടിക്കരയുന്നതായിട്ട് വാൽമീകി പറയുന്നുണ്ട്. മറ്റു രാമായണങ്ങളൊന്നും ഇല്ലത്. അതുപോലെ തന്നെ കാട്ടിൽ വെച്ച് സീതയെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ട ഒരു സാധാരണക്കാരന്റെ ഒരു ദുരവസ്ഥയിലാണ് അദ്ദേഹം വിലോചിക്കുന്നത്. അതുപോലെ തന്നെ ലങ്കയിലെ യുദ്ധത്തിനിടയിൽ മായാസീതയെ കൊണ്ടുവന്ന് സാക്ഷാൽ സീതയാണെന്ന് ധരിപ്പിക്കത്തക്ക രീതിയിൽ അവരെ കൊല്ലുമ്പോൾ പൊട്ടിക്കരയുക രാമനിലെ ഈശ്വരന് മനസ്സിലായ മായാസീത. പക്ഷെ അതല്ല, ആ രാമനിലെ മനുഷ്യൻ ഒരു സാധാരണ തന്റെ സ്വന്തം ഭാര്യയെ മുമ്പിലിട്ട് വെട്ടിക്കൊല്ലുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ പൊട്ടിത്തെറിക്കുമോ അതുപോലെ പൊട്ടിത്തെറിക്കുകയാണ്, അവിടെ പൊട്ടിക്കരയുകയാണ്. സ്വന്തം കൂടപ്പുറപ്പ് തന്റെ കൂടെ എല്ലാ കഷ്ടപ്പാടും സഹിക്കാൻ തയ്യാറായി വന്ന ലക്ഷ്മണനെ അവിടെ യുദ്ധഭൂമിയിൽ കൊല ചെയ്യുന്നറിഞ്ഞപ്പോൾ രാമൻ വാവിട്ട് നിലവിളക്കി. അവിടെയൊക്കെ നമ്മൾ യഥാർത്ഥ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യനെ കാണുന്നു. അവിടെയാണ് രാമചന്ദ്രൻ ഈശ്വരനിലെ മാനുഷിക ഭാവത്തെ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു എന്ന് പറഞ്ഞത്. പക്ഷെ രാമനെ സംബന്ധിച്ച് രാമന്റെ ചരിത്രത്തിലും ചില കറുത്ത പാടുകൾ ആളുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇദ്ദേഹം ഇത്ര വലിയ ധാർമ്മിഷ്ഠനാണ്, പിന്നെ എന്തിനാണ് ഭാര്യയെ ഉപേക്ഷിച്ചത്? അതെ, അതൊരു ഭർത്തൃധർമ്മമുണ്ടല്ലോ, അതിന് നിരക്കുന്നതാണോ എന്നൊരു സംശയം. അതെ നമുക്കറിയാം, ഒരു ഉത്തമനായ ഭർത്താവാണ് ശ്രീരാമചന്ദ്രൻ എന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് ധാർമ്മികമാണോ? അതെ, അവിടെ നമുക്ക് ചിന്തിക്കേണ്ടത് സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള ഉറപ്പിന്മേലാണ് ജനകന്റെ. അതെ, ആ ജനകൻ കൊടുത്ത ഉറപ്പ് പാലിക്കേണ്ടത് അതിന് കഴിഞ്ഞില്ലല്ലോ എന്നൊരു ആക്ഷേപം പലരും ഉന്നയിക്കാറുണ്ട്. പക്ഷേ അവിടെ നാം രാമനെ കാണേണ്ടത് ഓരോരുത്തർക്കും ഓരോ അവസ്ഥകളിലെ ചുമതലകളുണ്ട്. ധർമ്മം എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ ഇപ്പോൾ എന്താണോ അതിനോട് ഞാൻ നീതി പുലർത്തുക എന്നാണ്. ഒരു പിച്ചാത്തി തന്നെ, ഒരു കശാപ്പുകാരന്റെ കയ്യിലെ ആയുധം പിച്ചാത്തിയാണ്. ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടറുടെ കയ്യിലെ ആയുധവും പിച്ചാത്തിയാണ്. മുടി വെട്ടുന്ന ആളുടെ കയ്യിലെ ആയുധവും കത്തിയാണ്. വീട്ടു ജോലി ചെയ്യുന്ന അമ്മയുടെ കയ്യിലെ ആയുധവും കറിക്കത്തിയാണ്. ഈ നാലും കത്തി തന്നെയാണ്. പക്ഷെ ആ 4 കത്തിയും 4 പേരുടെ കയ്യിലിരിക്കുമ്പോൾ 4 ഉപയോഗമാണ്. കശാപ്പുകാരനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പറഞ്ഞു വിട്ടാടുന്ന അവസ്ഥ എന്താ? അല്ലെങ്കിൽ ഡോക്ടറെ കശാപ്പ് ശാലയിലേക്ക് പറഞ്ഞു വിട്ടാടുന്ന അവസ്ഥ എന്താ? എന്ന് പറഞ്ഞതുപോലെ ഭരണാധികാരി എന്ന നിലയിലുള്ള ശ്രീരാമചന്ദ്രനെ ധർമ്മം രാജ്യഭരണം നിർവഹിക്കുക മാത്രമാണ്. അപ്പോൾ അദ്ദേഹം ഭർത്താവ് എന്നുള്ള കടമ മറന്നു. അവിടെ മറക്കുക. അവിടെ അദ്ദേഹത്തിന്റെ പ്രഥമമായ കർത്തവ്യം ആ രാജാവ് എന്നുള്ള ആ നിലപാടാണ്. ആ ധർമ്മം നിർവഹിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രഥമമായ കർത്തവ്യം. അതേസമയം അദ്ദേഹം ഭർത്താവ് എന്നുള്ള കടമ മറക്കുന്നില്ല. കാരണം തന്റെ പ്രജകളിൽ ഒരാളെങ്കിലും തന്റെ ഭാര്യയെ അവിശ്വസിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ആ സ്ഥാനത്തിരിക്കാൻ താൻ അർഹനല്ല എന്ന ചിന്താഗതിയിലാണ് അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിക്കുന്നത്. പക്ഷെ ഭാര്യയെ ഉപേക്ഷിച്ച ശേഷം പൊട്ടിക്കരയുകയാണ് രാമൻ. വാവിട്ട് നിലവിളിക്കുക, അന്തഃപുരത്തിൽ ചെന്ന് വാവിട്ട് നിലവിളിക്കുകയാണ് രാമൻ. പക്ഷെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അന്നത്തെ ധാർമ്മിക വ്യവസ്ഥകൾ, മനുസ്മൃതി പോലെയുള്ള, പരാശര സ്മൃതി പോലെയുള്ള സ്മൃതികളാണ് അന്നത്തെ ധർമ്മ വ്യവസ്ഥകൾ നിശ്ചയിച്ചിരുന്നത്. അതിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അദ്ദേഹം രാജകിരീടം വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഒരു കുടുംബം മാത്രമായിട്ട് ജീവിക്കാം. അവിടെ അദ്ദേഹം ആഗ്രഹിച്ചത് തന്റെ ഭരണാധികാരിയായിട്ടിരിക്കാനുള്ള ആ ചുമതല നിർവഹിക്കുക എന്നുള്ളതായിരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശംഭൂകൻ എന്ന് പറയുന്ന ശൂദ്രനെ കൊലപ്പെടുത്തിയത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവിടെയും ശ്രീരാമന്റെ രാജ്യത്ത്, രാമരാജ്യം എന്ന് പറഞ്ഞാൽ സന്തുഷ്ടമായ രാജ്യമാണ്. അവിടെ യാതൊരു അപസ്വരങ്ങളും ഇല്ല, അനീതിയില്ല, അക്രമമില്ല, കള്ളത്തരങ്ങളോ കൊള്ളകളോ ഒന്നുമില്ല, ജയിലൊക്കെ ചൊഴിഞ്ഞു കിടക്കുക. അങ്ങനെയുള്ള ആ രാജ്യത്ത് അപമൃത്യു സംഭവിക്കുന്നു, ബ്രാഹ്മണ ബാലന്മാരുടെ അപമൃത്യു സംഭവിക്കുന്നു. അതിലൊരു ബ്രാഹ്മണ ബാലനെയും കൈകളിൽ തൂക്കിയിടുന്ന എന്റെ അച്ഛൻ രാമന്റെ അടുത്ത് വന്നിരിക്കുക. എന്റെ കുഞ്ഞു മരിക്കാൻ എന്താണ് കാരണം? അപ്പം രാമന് ഉടനെ ഇങ്ങനെ സന്യാസിമാരെയൊക്കെ വിളിച്ചു കൂട്ടി. എന്താണ് കാരണം? അവർ ചിന്തിച്ചു. അവർ പറയുകയാണ്, ആരോ യുഗവിരുദ്ധമായ ധർമ്മം ചെയ്യുന്നുണ്ട്. യുഗവിരുദ്ധമായ ധർമ്മം എന്ന് പറഞ്ഞാൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അത് കൃതയുഗത്തിൽ തപസ് ചെയ്യുവാൻ ബ്രാഹ്മണന് മാത്രമേ അർഹതയുള്ളൂ. ത്രേതായുഗത്തിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും അർഹതയുണ്ട്. ദ്വാപരയുഗത്തിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും അർഹതയുണ്ട്. കലിയുഗത്തിൽ എല്ലാവർക്കും തപസ് ചെയ്യാം. ഇതിപ്പം ത്രേതായുഗമാണ്. ഈ ത്രേതായുഗത്തിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും അല്ലാത്ത ആരോ തപസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമാണ് ഈ അപമൃത്യുകൾ എന്ന് സന്യാസിമാർ ഒന്നിച്ചു പറയുക. അതിനെപ്പറ്റി അന്വേഷിക്കാൻ ശ്രീരാമചന്ദ്രൻ ചാരന്മാരെ ആരെയും വിട്ടില്ല. നേരിട്ട് തന്നെ പുഷ്പവിമാനത്തിൽ രാജ്യം മുഴുവൻ കറങ്ങി. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടു ഒരിടത്ത് ഒരു മനുഷ്യൻ തലകീഴായി തൂങ്ങിക്കിടന്നുകൊണ്ട് താഴെ അഗ്നികുണ്ഡം ജ്വലിപ്പിച്ച് തപസ് ചെയ്യുകയാണ്. ഭയങ്കര കഠിന തപസ്സാണ്. അദ്ദേഹം അടുത്ത് എന്ന് ചോദിച്ചു, നീ ആരാണ്? നീ ഏത് വംശമാണ്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ശൂദ്രനായ ശംഭൂകനാണ്. ശൂദ്രന് തപസ് ചെയ്യാൻ ധാർമ്മികമായ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തല വെട്ടിമാറ്റുകയാണ്. അപ്പൊ അന്നത്തെ ധാർമ്മിക വ്യവസ്ഥയ്ക്ക്, അന്ന് അനുശാസിക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായി രാജാവ് ചെയ്തേ പറ്റുള്ളൂ എന്ന ന്യായമാണ് അതിന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് ചൂണ്ടിക്കാണിക്കുന്നത് സുഗ്രീവന്റെ ഭാര്യയുടെ മരണം.
കൊല്ലണം. അതെ, ഒളിയം പെയ്താണ് കൊല്ലുന്നത്. ഒളിയം പെയ്ത് ബാലിയെ ഒളിയം പെയ്ത് കൊന്നു എന്നൊരു ഇതുണ്ട്. അല്ല, അത് തന്നെയല്ല, ഒളിയം പെയ്ത് കൊന്നുവെന്ന് തന്നെയല്ല, ബാലിയുടെ മേൽ ചുമത്തപ്പെട്ട ഒരു കുറ്റം സുഗ്രീവന്റെ ഭാര്യയെ സ്വന്തമാക്കി എന്നുള്ളതാണ്. ബലമായി സ്വന്തമാക്കി. അതേസമയം ഈ ബാലിയുടെ ഭാര്യയെ സുഗ്രീവൻ ഇദ്ദേഹം കാഴ്ചവെക്കുകയും കൂടി ചെയ്യും. അതെ അതെ, അതിനൊരു അധർമ്മമില്ലേ? അതിനെപ്പറ്റിയും ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. സത്യത്തിൽ ശ്രീരാമചന്ദ്രന് കൂടുതൽ ചർച്ചകൾക്കോ കൂടുതൽ പഠനങ്ങൾക്കോ വിധേയനാവാതെ തന്റെ ഭാര്യയെ കണ്ടെത്തുക എന്ന ആ അതിയായ ഉത്കടമായ ആഗ്രഹത്തിൽ തിരിക്കുമ്പോഴാണ് ഹനുമാനെ കാണുന്നതും ഹനുമാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് സുഗ്രീവന്റെ അടുത്ത് പോകുന്നതും ഒക്കെ. അവിടെ നമ്മൾ ഭഗവാനെ അല്ല, മനുഷ്യനെയാണ് കാണുന്നത്. അതെ അതെ അതെ, ഇവരുടനെ തന്നെ സഖ്യം ചെയ്യാനുള്ള കരുക്കളൊക്കെ ചെയ്തു, സഖ്യം ചെയ്തു. ഈ സഖ്യത്തിന് ശേഷമാണ് ഈ ബാലിയുടെ കഥയൊക്കെ അറിയുന്നത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ബാലി ഈ സുഗ്രീവന്റെ ഭാര്യയെ ബലമായി കൈയടക്കുകയായിരുന്നു, അവളുടെ ഇഷ്ടത്തോടെയല്ല. പക്ഷേ ബാലിയുടെ മരണശേഷം താര സുഗ്രീവനോടൊപ്പം ജീവിക്കാൻ തയ്യാറാവുകയായിരുന്നു. പിന്നെ മറ്റൊന്ന്, രാജാവിനെ സംബന്ധിച്ച് മൃഗയാവിനോദത്തിൽ ഏർപ്പെടുന്നത് തെറ്റല്ല. മൃഗയാവിനോദത്തിൽ ഏർപ്പെടുമ്പോൾ മൃഗങ്ങളെ കൊല്ലുന്നത് മിക്കവാറും ഒളിഞ്ഞിരുന്നാണ്. ബാലി എന്നൊരു മൃഗം മാത്രമാണ്, മനുഷ്യനല്ല. ഒരു മൃഗത്തെ കൊല്ലുവാൻ ഒളിയം പെയ്യാം എന്ന യുദ്ധവിധിയുണ്ട്. അപ്പൊ ഈ 3 കറുത്ത പാടുകൾ ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അന്ന് നിലനിന്നിരുന്ന ധാർമ്മിക വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ശ്രീരാമചന്ദ്രന്റെ വ്യക്തിത്വത്തെ പറ്റി മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ ഘടകം, അദ്ദേഹത്തിലെ വൈഷ്ണവ തേജസ് അവസാനിക്കാറായി എന്നും തിരിച്ച് സ്വധാമത്തിലേക്ക് പോകുവാൻ സമയമായി എന്നും പറയുവാൻ യമധർമ്മൻ എത്തുന്ന സമയത്ത് അടച്ചിട്ട് ഒരു മുറിക്കകത്തിരുന്ന് അവർ സംസാരിക്കുകയാണ്. ഇതാരും ആ സമയത്ത് അങ്ങോട്ട് വരല്ല് എന്ന് പറഞ്ഞ് ലക്ഷ്മണനെ ചുമതലപ്പെടുത്തി. ഈ സംസാരം നടക്കുന്നതിനിടയിൽ ആര് വന്നാലും അവൻ വധ്യനാണ്, അവനെ കൊന്നിരിക്കും എന്ന് ശ്രീരാമചന്ദ്രൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സമയത്താണ് സ്വതവേ മുൻകോപിയായ ദുർവാസാവ് അങ്ങോട്ട് കടന്നു വരുന്നത്. ദുർവാസാവിന് ശ്രീരാമചന്ദ്രനെ കണ്ടേ പറ്റുള്ളൂ. അവൻ ലക്ഷ്മണനെ ആകുന്ന കാല് പിടിച്ച് പറഞ്ഞു നോക്കി. അദ്ദേഹം അകത്ത് ചർച്ചയിലാണ്, അല്പം കഴിഞ്ഞ് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് ദുർവാസാവ് സമ്മതിച്ചില്ല. അപ്പൊ ദുർവാസാവ് ശപിക്കും എന്നൊരവസ്ഥ വന്നപ്പം ലക്ഷ്മണൻ നേരെ ആ മുറിയിലേക്ക് കടന്നു ചെന്നു. അപ്പൊ ആ മുറിയിലേക്ക് ആര് കടന്നു വന്നാലും അവർ വധ്യനാണ് എന്ന് പ്രഖ്യാപിച്ച ശ്രീരാമചന്ദ്രൻ സത്യത്തിൽ തന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ തയ്യാറാകാത്ത അവസ്ഥ, ലക്ഷ്മണനെ കൊല്ലണം. അവിടെ ആചാര്യന്മാർ വന്നു പറഞ്ഞു, വധിക്കുന്നതിന് തുല്യമാണ് പുറത്താക്കുന്നത്. അങ്ങനെ രാജ്യഭ്രഷ്ടനാക്കുകയാണ് ലക്ഷ്മണനെ. രാജ്യഭ്രഷ്ടനാക്കുന്ന ലക്ഷ്മണൻ സരയൂ നദിയിൽ പോയി ജലസമാധി ചെയ്യുകയാണ്. അതോടെ ശ്രീരാമചന്ദ്രൻ ദുഃഖിതനായി. ഊണിലും ഉറക്കത്തിലല്ല, ഉറങ്ങാതെ തന്നെ 14 വർഷം കാത്തു സൂക്ഷിച്ച തന്റെ സഹോദരൻ താൻ കാരണം മരണമടഞ്ഞൊരു ചിന്ത, മാനുഷികമായ ഒരു ഭാവം അദ്ദേഹത്തിലുണ്ടായി. പിന്നീട് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹവും ജലസമാധിയിലേക്ക് പോവുകയാണ്. ഇവിടെ 2 ഘടകങ്ങൾ. ഒന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്, രാമനിലെ മാനുഷിക ഭാവങ്ങൾക്ക് വാൽമീകി പ്രാധാന്യം കൊടുത്തപ്പോൾ രാമനിലെ ഈശ്വരീയ ഭാവത്തിനാണ് അധ്യാത്മരാമായണം ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ത്യാഗമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ കാതൽ. എല്ലാ ഋഷീശ്വരന്മാരും ഉണ്ടായിട്ടും വേണ്ടാത്തവരായി ജീവിച്ച ഋഷീശ്വരന്മാരുടെ സംസ്കാരമാണ് ഭാരത സംസ്കാരം. ആ സംസ്കാരത്തിന്റെ യഥാർത്ഥമായ പ്രതിരൂപമായിരുന്നു ശ്രീരാമചന്ദ്രൻ. കൈകേയിയുടെ വാക്ക് കേട്ട് രാജ്യം പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം കാട്ടിലേക്ക് പോകാൻ തയ്യാറായി. ഒരു മമതയും രാജ്യത്തോട് അദ്ദേഹത്തിനില്ലായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കേണ്ട ഒരു ധാർമ്മിക ഘട്ടം വന്നപ്പം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണെങ്കിൽ അദ്ദേഹം തയ്യാറായി. അവിടെ ത്യാഗമാണ്. സ്വന്തം അനുജനെ തൻ്റെ വാക്ക് പാലിക്കാൻ അനുജനെ പറഞ്ഞു വിട്ടപ്പം അനുജൻ സമാധിസ്ഥനായപ്പോൾ ഒപ്പം സമാധിയിലേക്ക് പോകുവാൻ അദ്ദേഹവും തയ്യാറായി. ഇന്നത്തെ കാലത്തിന് അനുകരിക്കാവുന്ന ഏറ്റവും വലിയൊരു മാതൃക അതാണ് ശ്രീരാമചന്ദ്രൻ. ഭർതൃഹരി എന്ന് പറയുന്ന ഒരു ചിന്തകനുണ്ടായിരുന്നത്. ആ ഭർതൃഹരി എഴുതിയ നീതിശതകത്തിലെ ഒരു ശ്ലോകം, ഏതേ സത്പുരുഷ പരാർത്ഥ ഘടക സ്വാർത്ഥാൻ വിരോധേനയെ സാമാന്യാസ്തു പരാർത്ഥമുദ്യമൃത സ്വാർത്ഥ വിരോധേനയെ തേമീ മാനവരാക്ഷസ പരഹിതം തേ സ്വാർത്ഥായ നിഗ്നന്തിനെ ഏതഗ്നന്ത് നിരർത്ഥകം പരഹിതം തേകേത് ജാനീമഹം. അതിനർത്ഥം ഇതാണ്, ചിലര് സത്പുരുഷന്മാരുണ്ട്, അവര് സ്വന്തം ജീവൻ കളഞ്ഞു പോലും മറ്റുള്ളവരെ സഹായിക്കുന്നു. മറ്റു ചിലര് സാമാന്യന്മാര്, അവർ ജീവനൊന്നും കളയുകയില്ല, എന്നാലും മറ്റുള്ളവരെ സഹായിക്കും. മൂന്നാമത്തെ ആളുകൾ മാനവരാക്ഷസന്മാരാണ്. ആ മാനവരാക്ഷസന്മാർ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടാണെങ്കിലും സ്വന്തം കാര്യം സാധിക്കും. നാലാമതൊരു കൂട്ടരുണ്ട്, അയക്കും പ്രയോജനമില്ല, ലോകത്തിനും പ്രയോജനമില്ല, ഈ ലോകത്ത് മുഴുവൻ ആരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും, തനിക്കും പ്രയോജനമില്ല, നാടിനും പ്രയോജനമില്ല, എന്നാലും മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ എന്ത് പേര് വിളിക്കും എന്നാണ് ഭർത്തൃഹരി ചോദിക്കുന്നത്. ഇപ്പം നമുക്ക് അത്തരം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അത് നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിലും സമൂഹത്തിലും, എന്തിനത് പറയുന്നു, രാജ്യാന്തര തലത്തിൽ പോലും. പണ്ട് തപസ് ചെയ്യുന്ന സന്യാസിമാരുടെ തപസ് മുടക്കാൻ വേണ്ടി മേഘങ്ങളിൽ കടന്നിരുന്ന് മഴ മുടക്കുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു, വൃത്രാസുരൻ. അത് വൈദിക കാലത്തെ ഉള്ളതാ.
ആ വൃത്രാസുരന്റെ മനോഭാവമുള്ള ആളുകൾ ഇപ്പോഴും തുടരുകയാണ്. അത് ഹിരണ്യാക്ഷനായിട്ടും ഹിരണ്യകശിപുവായിട്ടും രാവണനായിട്ടും ദുര്യോധനായിട്ടും അവർ നിൽക്കുക. എത്രയോ ജീവനുകളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പരസ്പര യുദ്ധത്തിൽ. രാജ്യത്ത് തനിക്ക് പ്രയോജനമില്ലെങ്കിലും അനാവശ്യമായ സ്വാർത്ഥത കൊണ്ട് ഏകാധിപത്യത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിൻ്റെ പടുകൊട്ടൻ കൊട്ടാരങ്ങൾ ചമച്ചുകൊണ്ട് ഏകാധിപതിമൂലമായ എക്കാലവും വാഴാമെന്ന് കരുതിയവരൊക്കെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ജൂലിയസ് സീസറിന്റെ കഥയാണെങ്കിലും അഡോൾഫ് ഹിറ്റ്ലറിന്റെ കഥയാണെങ്കിലും ഒക്കെ ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങോളം അത്തരം വൃത്രാസുരബാലന്മാരുടെ കാലഘട്ടമായിട്ട് ഈ കലിയുഗം മാറിയിരിക്കും. അവിടെ ആശ്വാസ വചസ് പോലെ, അമൃതഗംഗ പോലെ, അമൃതബിന്ദു പോലെ സഹായകമായിട്ട് ആശ്വാസമായിട്ടുള്ള ഒരു നാമധേയമാണ് രാമശബ്ദം. രാമന്റെ കഥ പറയുകയും രാമന്റെ കഥ പഠിക്കുകയും ചെയ്തുകൊണ്ട് അതിലൂടെ ജീവിത സായുജ്യം നേടുവാൻ ഒരു വ്യക്തി എന്ന നിലയിൽ ഉന്നമനം ഉണ്ടായി കഴിയുമ്പോൾ ആ കുടുംബം നന്നാകും. കുടുംബങ്ങൾ നന്നായി കഴിയുമ്പോൾ സമൂഹം നന്നാകും. അങ്ങനെ സമൂഹം നന്നായി കഴിയുമ്പോൾ ആ വ്യഷ്ടിയിൽ നിന്ന് സമഷ്ടിയിലേക്കുള്ള ഭാവന ഉയർന്നു കഴിയുമ്പോൾ രാജ്യാന്തര ബന്ധങ്ങൾ നന്നാകും, ലോകം നന്നാകും. അതിനിട വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമകഥയുടെ പ്രസക്തി ഇതാണ്. അതെ അതെ, രാമകഥ ലോകം ഉള്ളിടത്തോളം കാലം രാമകഥ നിലനിൽക്കും. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതല്ലയോ, ലോകം ഉള്ളിടത്തോളം കാലം രാമന്റെ കഥ നിലനിൽക്കും. അത് അയോധ്യയിൽ ഒതുങ്ങുന്നതല്ല, അത് ഭാരതത്തിൽ ഒതുങ്ങുന്നതല്ല. ഇന്നും കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നറിയപ്പെടുന്ന റഷ്യയിലെ ഒരു മോസ്കോയിലെ ഒരു തിയേറ്ററിൽ വർഷങ്ങളായിട്ട് രാമായണം ബാലെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനീസ് ഭാഷയിൽ പോലും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഗ്രന്ഥമായിരുന്നു രാമായണം. അപ്പോൾ ലോകത്തെല്ലാം രാമായണത്തിന്റെ പ്രസക്തി അറിയുന്നുണ്ട്, അറിഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഇത്രയും വിശദമായി ശ്രീരാമനെയും രാമായണത്തെയും പരിചയപ്പെടുത്തി വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. വോയിസ് ഓഫ് കുറ്റൂരിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുറ്റൂർ സൈനിങ് ഓഫ് ഫ്രം വോയിസ് ഓഫ് കുറ്റൂർ, ബ്രിഡ്ജിംഗ് ഹെറിറ്റേജ് ആൻഡ് ഹെഡ്ലൈൻസ്. താങ്ക് യു.